നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തട്ടകമൊരുങ്ങി തൃപ്പയാർ തേവരുടെ മകീര്യം പുറപ്പാട് ചൊവ്വാഴ്ച. നാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വിവിധ മുന്നണികളുടെ കൺവെൻഷനുകൾക്ക് തുടക്കമായി. നാട്ടിക ബീച്ച് ശ്രീ ആര്യഗിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഉത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിന്റെ നായകൻ തൃപ്പയാർ തേവരുടെ മകീര്യം പുറപ്പാട് ചൊവ്വാഴ്ച. ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുകരകളിലെയും ഭക്തരെ കാണാൻ തേവർ ഗ്രാമപ്രദക്ഷിണം നടത്തും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:50 2:30 മധ്യേയാണ് പുറപ്പാട് ചടങ്ങുകൾ നടക്കുക. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി അനുമതി നൽകുന്നതോടെ തൃക്കോൽ ശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ തേവരെ സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പടിഞ്ഞാറേ നടയിൽ ഭക്തരുടെ പറ സ്വീകരിച്ച ശേഷം 5 ആനകളോടെ തേവർ സേതുകുളം ആറാട്ടിന് എഴുന്നള്ളും. ആറാട്ടിന് ശേഷം പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്കു ശേഷം ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറ്റിൻകരയിൽ ചെമ്പിലാറാട്ട് നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരുകരകളിലെയും ഗ്രാമപ്രദക്ഷിണം നടക്കും. 8 ദിവസം നീണ്ടു നിൽക്കുന്ന തേവരുടെ പൂരം പുറപ്പാട് ചടങ്ങുകളുടെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിലും തട്ടകത്തും തകൃതിയായി നടക്കുകയാണ്. തേവർ ആറാടുന്ന ആറാട്ടുകുളങ്ങൾ വൃത്തിയാക്കി. വിവിധ ചടങ്ങുകൾക്കായി എത്തുന്ന തേവർക്ക് സ്വീകരണം ഒരുക്കുന്ന ഇടങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ആനന്ദവും ഭക്തിയും ഉത്സാഹവും പകർന്നു നൽകുന്ന ഗ്രാമപ്രദക്ഷിണത്തിലെ തേവരുടെ ദർശനത്തിനായി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. മാർച്ച് 28, 29, 30 തീയതികളിലായി മലപ്പുറം തിരൂരിൽ നടക്കുന്ന COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം നടന്നു. തൃപ്പയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പതാക ദിനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ 15ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 28, 29, 30 തീയതികളിൽ തിരൂരിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് പതാക ദിനമായിട്ട് ആചരിക്കുകയാണ്. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഓഫീസുകളിലും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ഓഫീസുകളിലേക്കും പതാക ഉയർത്തിക്കൊണ്ട് ഇന്ന് സമ്മേളനങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. തൃപ്പയാർ മേഖലാ സെക്രട്ടറി റഹീം, TMC ചെയർമാൻ സുമേഷ് കുമാർ തുടങ്ങി നിരവധി കേബിൾ TV ഓപ്പറേറ്റർമാരും ചടങ്ങിൽ പങ്കെടുത്തു. 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് പതാക ദിനം ആചരിക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പും ആവേശവും വിളിച്ചോതുന്ന ഇന്നത്തെ ദിനത്തിന് തൃപ്പയാർ മേഖലയുടെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. UDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് നിർവഹിച്ചു. UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, UDF നാട്ടിക നിയോജക മണ്ഡലം ജനറൽ കൺവീനർ KA ഹാറൂൺ റഷീദ്, DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, ശോഭ സുബിൻ, NS അയ്യൂബ്, KK അശോകൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, ഷൈജു സായിറാം, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിജോ ജോൺ, കേരള കോൺഗ്രസ് ജേക്കബ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാലസുന്ദർ, CMP നാട്ടിക നിയോജക മണ്ഡലം ഏരിയ സെക്രട്ടറി PB രമേശ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CK വിനോദ്, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദീഖ്, PS സുൽഫിക്കർ, PS സന്തോഷ്, ആൻഡോ തൊറയൻ, KB രാജീവ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P വിനു, ഷീബ അജയകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ MN, പ്രിയൻ പേരുഞ്ചേരി, ജോഷി ആലപ്പാട്ട്, ടോണി ചിറയത്ത തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തിളക്കമാർന്ന വിജയത്തിന് വേണ്ടിയാണ് ഈ ആഫീസിനൊരു പാരമ്പര്യം കൂടെയുണ്ട്. പ്രിയപ്പെട്ട അനിൽ പുളിക്കലിൻ്റെയും നൌഷാദ് ആറ്റുപറമ്പത്തിൻ്റെയും വിജയേട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഓഫീസ് വർക്ക് ചെയ്തിരുന്നു. അത് നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിരുന്നു. നഷ്ടപ്പെട്ട കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞിരുന്നതിന് ശേഷം വിജയഗാഥ രചിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയ ഒരു കേന്ദ്രം ഇതായിരുന്നു. ഈ കേന്ദ്രമാണ് നാട്ടിക പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ ഈ ഓഫീസാണ് കാരണമായതെങ്കിൽ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തിലേ പറയുന്നു, ഈ ഓഫീസ്
കേരളത്തിൽ ഒരു പുതിയ ചരിത്രം കൂടെ തിരുത്തി കുറിക്കാൻ പോകുന്നു. 15 വർഷം ഇടതുപക്ഷം MLA ആയി ജനപ്രതിനിധിയായി ഒരു വികസനവും നടത്താത്ത വികസന മുരടിപ്പിന്റെ കേന്ദ്രമായി മാറിയ നാട്ടിക വികസന കുതിപ്പിലേക്ക് പോകുന്ന MLA സംഭാവന ചെയ്യുന്ന ഒരു കേന്ദ്രമായിരിക്കും ഈ ഓഫീസ് എന്ന് ആത്മാർത്ഥമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് നാട്ടിക ഈദ് നിലാവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷൻ താരം ശ്രീജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷനായി. എഴുത്തുകാരായ ബാപ്പു വലപ്പാട്, നന്ദകുമാർ വലപ്പാട്, നാട്ടിക മഹല്ല പ്രസിഡന്റ് MK ആസിഫ് അലി, നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി നാരായണൻ, വിൻടെക് അസോസിയേറ്റ് ഡയറക്ടർ ഷംസുദ്ദീൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ട്രെയിനർ CK സുഹാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് ഐഷാബി അബ്ദുൽ ജബ്ബാർ, ജനപ്രതിനിധികളായ അമൽ ടി പ്രേമൻ, സനി രാജു, സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, സീന ഉണ്ണികൃഷ്ണൻ, ഫെമിദ സിറാജുദ്ദീൻ, ട്രസ്റ്റ് ഭാരവാഹികളായ സാദിഖ് അസീസ്, നൌഷാദ് പട്ടാട്ട്, അബ്ദുൽ ജബ്ബാർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫാത്തിമത്തു ആദില എന്നിവർ സംസാരിച്ചു. വളരെ മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും പാവപ്പെട്ടവന് അർഹതപ്പെട്ടവനെ അംഗീകരിക്കുക, പാവങ്ങളെ സഹായിക്കുക, അതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇന്ന് ഈ നാട്യ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിൽ ജാതിയോ മതങ്ങളോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ വളരെ ആത്മാർത്ഥമായി അക്ഷയം പ്രവർത്തിക്കുന്ന ഉപവിയുടെ എല്ലാ പ്രവർത്തനത്തിലും ഞാൻ അന്നവരോട് പറഞ്ഞിരുന്നു, ഉപവിയിൽ എനിക്കും എന്നെയും അംഗമാക്കണം. അതുകൊണ്ട് അവരന്ന് തന്നെ എന്നോട് എനിക്ക് വാക്ക് തന്നു, ഉപവിയിലെ ഒരു അംഗമായി എന്നെ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി അത് നാം എല്ലാം തിരിച്ചറിയണം. നമ്മുടെ നാട്യമോടൊപ്പം ഒരുപാട് കലാ സാഹിത്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളുണ്ട്. എങ്കിലും അതിൽ വ്യത്യസ്തമായിട്ട് ഈ താജുദ്ദീൻ പ്രവർത്തന ശൈലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. മണലൂർ സെയിന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ എന്നിവ നടത്തി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായി. ഫാദർ സിജോ മുരിങ്ങാത്തേരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ ഊട്ടുനേർച്ചയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ, കൈക്കാരന്മാരായ CI വർഗീസ്, ജോജോ കൊള്ളന്നൂർ, സിജോൺ ജോസ്, തിരുനാൾ കമ്മിറ്റി കൺവീനർ MR ജോസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റണമെന്ന് ആജ്ഞാപിച്ചിട്ടുള്ള സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്കും ഞങ്ങളുടെ പ്രയോജനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചകൾ സ്വീകരിക്കണമേ. അങ്ങയുടെ അനന്തമായ ശക്തിയെ ദൃഢമായി വിശ്വസിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപകടങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ദാരിദ്ര്യവും രോഗങ്ങളും അവരെ അകറ്റാതിരിക്കണമേ. ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനമായ സമാധാനവും പരസ്പര ധാരണയും ഈ അന്തരീക്ഷത്തിൽ പുഷ്പിച്ചു നിൽക്കട്ടെ. ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലും ദൈവഭക്തിയും മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. എല്ലാവരും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും സമ്പന്നരാകട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിരമിച്ച അധ്യാപകരുടെ സംഘടനയായ AKPC-RTA മണലൂർ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന് കെട്ടിവയ്ക്കാനുള്ള തുക കൈമാറി.
സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു ജോസഫ് 10,000 രൂപ LDF കൺവീനർ TV ഹരിദാസന് കൈമാറി. സഹഭാരവാഹികളായ ഡോക്ടർ CL ജോഷി, സൈനുൽ ഹുക്മാൻ, ഡോക്ടർ PK രാജേന്ദ്രൻ, മുരളി പെരുന്നെല്ലി MLA തുടങ്ങിയവർ പങ്കെടുത്തു. കാണിപ്പയ്യൂർ ഉബയൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്ര കലാനിധി പുരസ്കാരം ഓട്ടംതുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥിന്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംഗീത നാടക അക്കാദമി അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 28-ന് ഉഭയൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങും. തുടർന്ന് വൈകിട്ട് 7-ന് ഓട്ടംതുള്ളൽ അരങ്ങേറും. ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16-ന് തിങ്കളാഴ്ച രാവിലെ 10:30-ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വാർത്തകൾ തുടരുന്നു. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഉത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി CS സന്തോഷ്, മേൽശാന്തി യാദവ്, അനന്തു എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും വാതിലും പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കൽ, ഗ്രാമപ്രദക്ഷിണം, പറയെടുപ്പ്, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, രാത്രി അത്താഴ പൂജ എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ, ജോയിന്റ് സെക്രട്ടറി PV സത്യവ്രതൻ, ട്രഷറർ PB രണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AS ദേവദാസ്, PR രവീന്ദ്രൻ, UK ധർമ്മൻ, PB വിനോദ്, UB അജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 28 ശനിയാഴ്ചയാണ് ക്ഷേത്ര മഹോത്സവം. കൊടിയേറ്റ ദിവസം ക്ഷേത്രത്തിലേക്ക് MA യൂസഫലിയുടെ നിർദ്ദേശപ്രകാരം തൃപ്പയാർ വൈമാളിന്റെ ലാഭവിഹിതത്തിൽ നിന്നുള്ള ധനസഹായം 5 ലക്ഷം രൂപയുടെ ചെക്ക് സെക്രട്ടറി EA ഹാരിസ്, മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ചേർന്ന് ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി. എല്ലാ വർഷവും ധനസഹായം തുടരുമെന്നും ലുലു പ്രതിനിധികൾ അറിയിച്ചു. ഇവിടെ കൊടിയേറ്റം കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ച അമ്പലത്തിൻ്റെ ഉത്സവമാണ്. ഈ ഒരു ദിവസം തന്നെ ഇവിടെ വന്ന് വൈമാളിൻ്റെ പ്രവർത്തന ലാഭവിഹിതം ആയ ഒരു 5 ലക്ഷം രൂപ ഇവിടെ കൈമാറാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ആരോഗ്യ സൗഖ്യങ്ങളും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് കാട്ടുചക്കിക്ക് പൊങ്കാല സമർപ്പണം നടത്തി. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, പൊങ്കാലയിൽ പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം, പൂമൂടൽ, ദേശഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി NV ബൈജുരാജ് താന്ത്രിക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മീനമാസത്തിൽ അശ്വതി ഗംഭീരമായി കൊണ്ടാടുകയാണ്. പഴയകാലത്ത് തോറ്റമ്പാട്ട് ഉത്സവമായിട്ട് പൂർവികരാചരിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ ഗ്രാമവാസികളും വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ആരാധിച്ചു വരുന്നൊരു ദേവിയാണ് കാട്ടുചക്കി. കാട്ടുചക്കി ദേവി എന്ന് പറയുമ്പോൾ ഭദ്രകാളി സ്വരൂപമാണ്. അപ്പോൾ ഈ പൊങ്കാലയോടനുബന്ധിച്ച് ഇപ്പോൾ നമ്മളെല്ലാ വർഷവും ദേശഗുരുതിയായിട്ട് ഗുരുതി നടത്തുന്നുണ്ട്. ഈ പ്രദേശത്ത് എല്ലാവരും വന്ന് പൊങ്കാല സമർപ്പണവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടത്തി. NCPS തൃശൂർ ജില്ലാ പ്രസിഡന്റ് CL ജോയ് ഉദ്ഘാടനം ചെയ്തു. CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം AS ദിനകരൻ, CPI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ചേർപ്പ മണ്ഡലം സെക്രട്ടറിയുമായ KK ജോബി, LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീത ഗോപി, CPI മണ്ഡലം കമ്മിറ്റി അംഗം VV പ്രദീപ് എന്നിവർ സംസാരിച്ചു.
CPI നേതാക്കളായ CR മുരളീധരൻ, M സ്വർണലത ടീച്ചർ, ബിജു KR, വിജയരാഘവൻ തട്ടുപറമ്പിൽ, CPM നേതാക്കളായ MR ദിനേശൻ, ശ്രീകുമാർ, UK ഗോപാലൻ, CR സുരേന്ദ്രൻ, ജനപ്രതിനിധികളായ രജനി ബാബു, KK സന്തോഷ്, TC ഉണ്ണികൃഷ്ണൻ, പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയോടുകൂടി മുഴുവൻ ആളുകളും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശപത്രിക കൊടുത്തു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച്, നാട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഏതൊരു കൊച്ചുകുട്ടി മുതൽ ഏത് പ്രായം ചെന്ന കിടപ്പ് രോഗികളായ ആളുകൾ വരെ പേര് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ അത്രയും കുടുംബങ്ങളുമായി ബന്ധമുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അതവരിവിടെ തെളിയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മുടെ പ്രദേശത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും സൗഹൃദത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് രംഗത്ത് ഏത് രംഗത്തും ഓടി നടന്ന് നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ നിർത്തിയിട്ടുള്ളത്. എടമട്ടം തണ്ണീർക്കോട്ടത്ത് കാരയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, പറയെടുപ്പ്, കലശാഭിഷേകം, ഉച്ചപൂജ, വൈകിട്ട് 3 ഗജവീരന്മാരോടുകൂടിയ പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, തിരുവാതിരക്കളി, തായമ്പക, ഗുരുതി തർപ്പണം, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, സന്ദീപ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. പരിയാനപ്പറ്റ പൂരത്തിന്റെ പ്രധാന പ്രമാണിയായ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ജേതാവുമായ ഡോക്ടർ ശുഗപുരം ദിലീപിനെ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. ക്ഷേത്രം പ്രസിഡന്റ് ബാബു KR, സെക്രട്ടറി രാധാകൃഷ്ണൻ കാരയിൽ, ട്രഷറർമാരായ ജയശങ്കർ വള്ളുളിശ്ശേരി, വിദ്യാസാഗർ കാരയിൽ, വൈസ് പ്രസിഡന്റുമാരായ ശ്രീകുമാർ മാരാത്ത്, മോഹനൻ കാരയിൽ, KB രവി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജി കാരയിൽ, MN സുരേഷ്, ശിവദാസൻ വള്ളുളിശ്ശേരി, ഗോപി സുന്ദർ, പരമശിവൻ, MK രാധാകൃഷ്ണൻ, ജിതേഷ് കാരയിൽ, പങ്കജവല്ലി, രക്ഷാധികാരികളായ മനോജ് ശങ്കരനാരായണൻ, ബാബു കാരയിൽ, ശിവരാമൻ വള്ളുളിശ്ശേരി, ഷൺമുഖൻ, കമലാ വാസുദേവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. LDF ചാഴൂർ പഞ്ചായത്ത് കൺവെൻഷൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ് അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KK അനിൽ, CPI ഏരിയ കമ്മിറ്റി അംഗം TB ഷാജി, PR കൃഷ്ണകുമാർ, K ഗോപി എന്നിവർ സംസാരിച്ചു. ചാഴൂർ, പഴുവിൽ, ചിറയ്ക്കൽ എന്നിങ്ങനെ മേഖലാ കമ്മിറ്റികൾ രൂപീകരിച്ചു. ഭാരവാഹികളായി K ഗോപി, BA ബെന്നി, KS ഗിരീഷ്, NG ജയരാജ്, AB ജയപ്രകാശ്, KG ഉല്ലാസ്, CA ശങ്കരൻ, TR സുനിൽ, CA ശിവൻ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രൈമറി ഹെൽത്ത് സെന്റർ പോലുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപയുടെ പുതിയ സ്ഥാപനങ്ങൾ, പുതിയ മിഷനറികൾ, പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോ 139.76 കോടി രൂപയുടെ 1,78,000 സ്ക്വയർ ഫീറ്റിലുള്ള ഏറ്റവും ആധുനിക സൗകര്യത്തോടു കൂടി കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആശുപത്രിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തറക്കല്ലിട്ടിരിക്കുന്നു. ഇവിടെ 600 കോടിയുടെ ഒരു വലിയ സമുച്ചയം തൃശൂർ മെഡിക്കൽ കോളേജിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആധുനികമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ആശുപത്രി കൊടുക്കുന്നു. ഈ ഗവൺമെന്റ് വന്ന ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോ സർജറി ഓപ്പറേഷൻ തിയേറ്റർ, 7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് പോലും ആ ഫെസിലിറ്റി കൊടുക്കാൻ കഴിയില്ല.
തൃപ്പയാർ ക്ഷേത്ര പാരമ്പര്യ അവകാശ കൂട്ടായ്മയുടെ ശ്രീരാമ സേവാ പുരസ്കാരം തൃപ്പയാർ ക്ഷേത്രത്തിൽ കഴക ചുമതല വഹിക്കുന്ന NP രാമൻകുട്ടി മാസ്റ്റർക്ക് കാനാടി കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യാവകാശ കൂട്ടായ്മ പ്രസിഡന്റ് ഡോക്ടർ P. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, തൃപ്പയാർ ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ടീച്ചർ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സുനിൽ വെന്നിക്കൽ, പാരമ്പര്യാവകാശ കൂട്ടായ്മ സെക്രട്ടറി കൃഷ്ണകുമാർ ആമലത്ത്, രക്ഷാധികാരി KM മോഹനമാരാർ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകളിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു. നമ്മുടെ ഈ പൂരമപ്പാടുമായി ബന്ധപ്പെട്ട് പൂരത്തോടനുബന്ധിച്ച് നമ്മൾ എല്ലാവരും ഇവിടെ പരിചിത മുഖങ്ങളാണ്. തേവരുടെ ഒപ്പം പോകുമ്പോൾ എല്ലാവരെയും കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും പരിചിത മുഖങ്ങളാണ്. അപ്പൊ അവരെയൊക്കെ ആദരിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായൊരു പുരസ്കാരം തന്നെയാണ് നമ്മുടെ മാഷ്ക്ക് കിട്ടിയിട്ടുള്ളത്. നറുക്കെടുപ്പിലൂടെ കിട്ടിയെന്ന് പറയുമ്പോൾ തേവരുടെ കടാക്ഷം തന്നെയാണ്. ഇതെല്ലാം നടത്തി തന്ന് നമ്മൾ തേവരോട് എന്നും കടപ്പെട്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ടെങ്കിൽ തേവരാണ് എന്നെ ഈ നിലയിൽ 4 പേര് അറിയുന്ന വിധത്തിൽ എത്തിച്ചിട്ടുള്ളത്. തേവരാണ്. ആ ഒരു കടാക്ഷം എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി വലപ്പാട് പഞ്ചായത്ത് കൺവെൻഷൻ വലപ്പാട് ചന്തപ്പടിയിൽ നടത്തി. കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി മെമ്പർ TS മധുസൂദനൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി ഗീതാ ഗോപി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. AG സുഭാഷ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, CPM ഏരിയ കമ്മിറ്റി അംഗം VR ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, CPI സെക്രട്ടേറിയറ്റ് മെമ്പർ MV സുരേഷ്, CPM ലോക്കൽ സെക്രട്ടറിമാരായ രാമദാസ്, രാജേഷ ശിവജി, CPI ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി, CPM നേതാക്കളായ PS ഷജിത്ത്, ജിനേന്ദ്ര ബാബു, അശോകൻ പാലിശ്ശേരി, CPI നേതാക്കളായ രാജൻ പട്ടാട്ട്, VR മോഹൻദാസ്, പ്രിയ സുനിൽ എന്നിവർ സംസാരിച്ചു. ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആ സിനിമാ നടന് പാർലമെന്റ് മെമ്പറായി ജനങ്ങൾ ഒരു വിഷയവും കൈകാര്യം ചെയ്യാൻ അറിയാത്ത അങ്ങനെ ആളുകളെ പൊതുവേദിയിൽ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ചുക്കിനും ചുണ്ടാമനും കൊള്ളാത്തൊരു സാധനം ഇവിടുത്തെ ജനസമൂഹം എന്തുണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചാൽ ചങ്ക് പൊട്ടി മരിക്കും. ഒരു മനുഷ്യനെ ജയിപ്പിച്ച് വിട്ടിട്ട് 1.5 കാശിൻ്റെ കാര്യമില്ലാത്ത ചിന്തിക്കാൻ കഴിയുമോ? അവരൊന്നും ഔദാര്യം വേണ്ട. ഇപ്പോൾ 957 തുടക്കമിട്ട കേരളത്തിൻ്റെ ക്രമാനുഗതമായ പുരോഗതി, വളർച്ച, അത് മാറ്റിവെച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള സംസ്ഥാനം നേടിയ കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതി, നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെങ്ങനെയാ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എങ്ങനെ നടപ്പാക്കാൻ കഴിഞ്ഞു? അവിടെയാണ് പൊളിറ്റിക്കൽ വിൽ പവർ, രാഷ്ട്രീയമായ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ 4 വർഷക്കാലമായി 2 ലക്ഷം കോടി രൂപ 4 വർഷക്കാലമായി 2 ലക്ഷം കോടി രൂപ ഈ കേരളത്തിന് തരാനുണ്ട്, ലഭിക്കാനുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടകമൊരുങ്ങി തൃപ്പയാർ തേവരുടെ മകീര്യം പുറപ്പാട് ചൊവ്വാഴ്ച. നാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വിവിധ മുന്നണികളുടെ കൺവെൻഷനുകൾക്ക് തുടക്കമായി. നാട്ടിക ബീച്ച് ശ്രീ ആര്യഗിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഉത്സവത്തിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.